നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവർത്തകർക്ക് ആവേശം പകർന്ന് മോദി കുന്നംകുളത്ത്. കരിവന്നൂർ ഇടതുകൊള്ളയുടെ ഉദാഹരണം. കുന്നംകുളത്ത് LDF-നെയും UDF-നെയും കടന്നാക്രമിച്ച മോദി. കോൺഗ്രസിന്റെ വലിയ നേതാവ് UP-യിലെ സ്വന്തം സീറ്റിൽ മത്സരിക്കാതെ കേരളത്തിലെത്തി ജയിക്കാൻ നിരോധിത സംഘടനയുമായി കൈകോർക്കുകയാണെന്നും മോദി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പഴുതടച്ച സുരക്ഷയൊരുക്കി പോലീസും SPGയും. ദേശീയ ജനാധിപത്യ സഖ്യം കുന്നംകുളത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് കൂനമുച്ചി ചൂണ്ടൽ റോഡ് മാർഗം. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് വെസ്റ്റ് മങ്ങാട് പട്ടിത്തടം എഴുത്തുപുരയ്ക്കൽ ശ്രീധരന്റെ മകൻ 25 വയസ്സുള്ള സുജിത്ത്. അപകടം ഞായറാഴ്ച രാത്രി 12:30 പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. അഗ്നിബാധ പാഴിയോട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർമാർക്കറ്റിൽ. ഫ്രീസറിലുണ്ടായ വൈദ്യുതി തകരാറാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്ന് പ്രാഥമിക നിഗമനം. വിശദമായ വാർത്തയിലേക്ക്. പ്രവർത്തകർക്ക് ആവേശം പകർന്ന് മോദി കുന്നംകുളത്ത്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളത്തിൽ പുതിയ തുടക്കം, പുതിയ വികസന വർഷം, പുതിയ രാഷ്ട്രീയ സാഹചര്യമുണ്ടാകുമെന്നും മോദിയുടെ ഗ്യാരണ്ടിയുടെ ഗുണം സർവർക്കും ലഭിക്കുമെന്നും നരേന്ദ്രമോദി. ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച മോദി UP-യിൽ രക്ഷ കിട്ടാതെ രാഹുൽ ഗാന്ധി കേരളത്തെ താവളമാക്കിയെന്ന് പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്തെത്തിയ മോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ശക്തന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി വരാനായതിൽ സന്തോഷമുണ്ടെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. വടക്കും ഥാട്ടന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഗുരുവായൂർ, തൃപ്രയാർ, വടക്കുംനാഥ ക്ഷേത്രങ്ങളുടെയും തൃശൂർ പൂരത്തിന്റെയും വിഷു ആഘോഷത്തിന്റെയും പാലക്കാട്ടെ വേലകളുടെയും പ്രൗഢി സൂചിപ്പിച്ച പ്രധാനമന്ത്രി കേരളത്തിന്റെ പൈതൃക പാരമ്പര്യം അന്തർദേശീയവൽക്കരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷ സഖ്യത്തെയും രൂക്ഷമായി വിമർശിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതി കേസ് ഇടതുകൊള്ളയുടെ ഉദാഹരണമാണ്. എല്ലാവരും ഇതിൽ അസന്തുഷ്ടരാണ്. ഏത് ബാങ്കിലാണോ പാവപ്പെട്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ രൂപ നിക്ഷേപിച്ചത്, ആ ബാങ്ക് CPIM-കാർ കൊള്ള ചെയ്ത് കാലിയാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. കുരുവന്നൂർ कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है, हर कोई जिससे परेशान है. जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को CPM के लोगों ने पूरी तरह लूटकर कंगाल कर दिया. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രം. ഇനിയാണ് വികസനത്തിന്റെ പുതുകാലം വരാനിരിക്കുന്നത്. കേരളത്തിൽ അക്രമം സാധാരണ സംഭവമായി. കേരള സർക്കാരിന് അഴിമതിയിലാണ് താൽപര്യം. എവിടെയെങ്കിലും ഇടതു ഭരിച്ചാൽ ഇടത്തുമൊന്നും ഉണ്ടാകില്ല, വലത്തുമൊന്നും ഉണ്ടാകില്ല. മോദി പറഞ്ഞു. കേരളത്തിൽ നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ വോട്ട് വാങ്ങുന്നവർ ദില്ലിയിൽ എത്തിയാൽ ഒന്നാണ്. തങ്ങൾ ചെയ്ത കൊള്ളകൾ മറച്ചു പിടിക്കാനാണ് ഇവരുടെ സഖ്യമെന്നും മോദി കുറ്റപ്പെടുത്തി. കേരള के लोगों को LDF, UDF दोनों से सावधान रहना है. केरला में भले ही कांग्रेस पार्टी लेफ्ट के लोगों को आतंकवादी कहती है, लेकिन दिल्ली में ये लोग एक साथ बैठकर चुनावी गठजोड़ करते हैं, एक ही थाली में खाते हैं. यहां केरला से बाहर निकलते ही पड़ोस में तमिलनाडु में ही दोनों पार्टियां एक साथ मिलकर चुनाव लड़ रही है. यहां भाषण देते हैं कि आतंकवादी है
और वहां मिलकर के चुनाव लड़ते हैं। മോദിയുടെ ഗ്യാരണ്ടി രാജ്യത്തിന്റെ വികസനമാണ്. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കും. ബി.ജെ.പി. സർക്കാർ രാജ്യത്തെ കരുത്തുള്ള രാജ്യമാക്കി. അടുത്ത 5 വർഷം വികസനത്തിന്റെ കുതിപ്പ് കാണാം. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ കൊണ്ടുവരുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. നിശ്ചയിച്ച സമയത്തിലും 15 മിനിറ്റ് വൈകിയാണ് മോദി കുന്നംകുളത്തെത്തിയത്. കൊച്ചിയിലെ നാവികസേന വിമാനത്താവളത്തിൽ നിന്നും 9:46 മോദിയുമായി ഹെലികോപ്റ്റർ പുറപ്പെട്ടത്. 1 മണിക്കൂർ വൈകിയാണ് മോദി കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചതെങ്കിലും സമയം അധികം വൈകാതെ സമ്മേളന നഗരിയായ ചെറുവത്തൂർ ഗ്രൗണ്ടിലെത്തി. രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വന്നിറങ്ങി. അവിടെ നിന്നും റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി പൊതുസമ്മേളന വേദിയിൽ എത്തിയത്. ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥി TN സരസു, തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, മലപ്പുറം സ്ഥാനാർത്ഥി M അബ്ദുൾ സലാം, പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടി സ്ഥാനാർത്ഥി K ഉണ്ണികൃഷ്ണൻ എന്നിവർ മോദിയോടൊപ്പം വേദി പങ്കിട്ടു. പത്മജ വേണുഗോപാൽ, ദേവൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളും സംബന്ധിച്ചു. ഉച്ചയ്ക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇത് പ്രധാനമന്ത്രിയുടെ 2ാം കേരള സന്ദർശനമാണ്. ഈ മാസം ആദ്യം അദ്ദേഹം പത്തനംതിട്ടയിലും പാലക്കാട്ടും എത്തിയിരുന്നു. കനത്ത ചൂടിനെ പോലും അവഗണിച്ച് നിരവധി പേരാണ് മോദിയെ വരവേൽക്കാൻ കുന്നംകുളത്തെത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു നഗരം. പഴുതടച്ച സുരക്ഷയാണ് നഗരത്തിലും പരിസരത്തും ഒരുക്കിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ, പൊന്നാനി, തൃശൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുന്നംകുളത്ത് സന്ദർശനത്തിനായി എത്തുമ്പോൾ നഗരത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയാണ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒരുക്കിയത്. രാവിലെ 6 മണി മുതൽ തന്നെ ഡ്യൂട്ടി ചുമതല നിശ്ചയിച്ച സ്ഥലങ്ങളിലെത്തി പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ നടപടികൾ ആരംഭിച്ചു. നഗരകേന്ദ്രം മുതൽ സമ്മേളന നഗരിയായ ചെറുവത്തൂർ മൈതാനി വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമായി ബാരിക്കേഡ് സജ്ജീകരിച്ചിരുന്നു. ഈ സുരക്ഷാവേലിക്ക് അപ്പുറത്തു നിന്നാണ് ജനത്തിന് പ്രധാനമന്ത്രിയെ കാണാനായി അവസരമൊരുക്കിയത്. പ്രധാനമന്ത്രിയെ ഒരു നോക്കു കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നതിനുമായി കുന്നംകുളം മണ്ഡലത്തിന് പുറമെ കുന്നംകുളത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു മണ്ഡലങ്ങളിൽ നിന്നുമായി വൻ ജനാവലിയാണ് നഗരത്തിലേക്കെത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. സുരക്ഷയ്ക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3000-ലധികം പോലീസുകാർ കുന്നംകുളത്തെത്തിയിരുന്നു. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ വാഹനങ്ങൾ, പോലീസിന്റെ വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ വാഹനങ്ങളുടെയും ഗതാഗതം നഗരത്തിലൂടെ പൂർണ്ണമായും നിരോധിച്ചിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കരുതെന്നും ജീവനക്കാർ തിരിച്ചറിയൽ കാർഡുകൾ ധരിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ ഭൂരിപക്ഷവും ഉച്ചവരെ പ്രവർത്തിച്ചതുമില്ല. CCTV ന്യൂസ് കുന്നംകുളം. ദേശീയ ജനാധിപത്യ സഖ്യം കുന്നംകുളത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് കൂനമുച്ചി ചൂണ്ടൽ റോഡ് മാർഗം. മേഖലയിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഹെലിപാഡിൽ രാവിലെ 10:50ഓടെയാണ് നരേന്ദ്രമോദി എത്തിയത്. തുടർന്ന് റോഡ് മാർഗം കുന്നംകുളത്തെ പൊതുസമ്മേളന വേദിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. റോഡിന്റെ ഇരുവശവും ബാരിക്കേഡ് സ്ഥാപിച്ച് വഴിനീളെ പോലീസിനെ വിന്യസിച്ച പഴുതടച്ച സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അരിയന്നൂർ മുതൽ കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ട് വരെ ഒരുക്കിയിരുന്നത്. ആദ്യ 2 പൈലറ്റ് വാഹനങ്ങൾ പോയതിനു ശേഷം 3ാം പൈലറ്റ് വാഹനത്തിന് പിന്നിലായാണ് മോദിയുടെ വാഹനവ്യൂഹം നീങ്ങിയത്. വെള്ളനിറത്തിലുള്ള ഷെർവാണി ധരിച്ച BJPയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയുടെ മാതൃക കയ്യിൽ പിടിച്ച് വഴിയോരത്ത് നിന്നവർക്ക് നേരെ കൈവീശി കാണിച്ചായിരുന്നു മോദിയുടെ യാത്ര. കൂനമുച്ചിയിൽ നിന്നും ചൂണ്ടൽ സെന്ററിലെത്തിയ വാഹനവ്യൂഹം തൃശൂർ റോഡ് വഴി നഗരത്തിലെത്തി പട്ടാമ്പി റോഡിലെ സമ്മേളന വേദിയിലെത്തുകയായിരുന്നു. ഏകദേശം 15 മിനിറ്റോളം സമയമാണ് ഹെലിപാഡിൽ നിന്ന് സമ്മേളനവേദിയിലേക്കുള്ള യാത്രയ്ക്കായി പ്രധാനമന്ത്രിയും സംഘവും എടുത്തത്. 1 മണിക്കൂറിലേറെ നീണ്ട പ്രസംഗത്തിന് ശേഷം 12:50-ന് മോദി മടങ്ങി. ഉച്ചയ്ക്ക് 1:10ഓടെ ഹെലിപാഡിൽ നിന്ന് ആറ്റിങ്ങലിലെ പൊതുസമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി തിരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കുന്നംകുളത്ത് അനധികൃതമായി നിർത്തിയിട്ട വാഹനം പോലീസ് നീക്കം ചെയ്തു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള മോദിയുടെ സന്ദർശനത്തിനിടെ നഗരകേന്ദ്രത്തിൽ അനധികൃതമായി നിർത്തിയിട്ട ആൾട്ടോ കാറാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്തത്. മറ്റു വാർത്തകളിലേക്ക്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കോൺഗ്രസ് എളവള്ളി മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറക്കാട് തച്ചംകുളം പരമേശ്വരന്റെ വസതിയിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ UDF എളവള്ളി മണ്ഡലം ചെയർമാൻ പ്രസാദ് വാഗ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA PA മാധവൻ, KPCC സെക്രട്ടറിമാരായ ഷാജി കോടങ്കണ്ടത്ത്, A പ്രസാദ്, DCC സെക്രട്ടറിമാരായ KK ബാബു, PK രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, അസ്കർ അലി തങ്ങൾ, NK സുലൈമാൻ, തച്ചംകുളം പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. UDF നേതാക്കളായ AD സാജു, ലിസി വർഗീസ്, സുന്ദരൻ കരുമത്തിൽ, MP ശരത് കുമാർ, PR പ്രേമൻ, വർഗീസ് മാനത്തിൽ, സുബിരാജ് തോമസ്, വിജയ ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. അറിയപ്പെടുന്നു. അന്ന് ഞാൻ ഇതുപോലെ യോഗത്തിനാണ് ഇവിടെ വന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. ഞാനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന മാർക്സിസ്റ്റ് CPM-ആയിട്ട് നേർക്ക് നേരെയാണ്. എന്റെ മണ്ഡലത്തിൽ ആദ്യത്തെ കോൺഗ്രസ് MLA ഞാനാണ്. 57 ശേഷം 2 രക്തസാക്ഷികളുള്ള CPM-ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന CPM-ന് എല്ലാ കാലത്തും ഭൂരിപക്ഷം കൊടുത്തുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ ലീഡർ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നിർത്തിയതാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ കത്തിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂർ ബൂത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡുകളാണ് ഞായറാഴ്ച പുലർച്ചെ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ പതിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് തീയിട്ട് നശിപ്പിച്ചത്. പാരീസ് റോഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചൊവ്വലൂരിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം BJP ജില്ലാ ട്രഷറർ KR അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BJP കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബോഷി അധ്യക്ഷനായി. പാവർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് MR വിശ്വൻ, OBC മോർച്ച പ്രസിഡന്റ് സന്തോഷ് മുതുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. സന്തോഷ് കോലാരി, വിജീഷ് വെട്ടത്ത്, സുഭാഷ് വടാശ്ശേരി, വിബീഷ് വെട്ടത്ത്, ദാമോദരൻ, സിജിൻ വെട്ടത്ത്, ദിലീപ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പിണറായിയെയും മോദിയെയും ജനം വെറുത്തുവെന്ന് രമേശ് ചെന്നിത്തല. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഭരണം കാഴ്ചവെച്ച മോദിയെയും പിണറായിയെയും ജനം വെറുത്തുവെന്നും ഇതിനെതിരായ വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ കെ മുരളീധരൻ വന്നതോടെ താമരവാടി. NDA സ്ഥാനാർത്ഥിയുടെ കൊട്ടിഘോഷമൊന്നും കാണുന്നില്ല. ജനം BJPയിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നു. 400 സീറ്റ് ലഭിക്കുമെന്നത് മോദിയുടെ ദിവാസ്വപ്നമാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന RSSന്റെ ഇന്റേണൽ സർവേയിൽ 200 സീറ്റ് പോലും തികക്കില്ലെന്നാണ് പറയുന്നത്. മോദിയും അമിത് ഷായും കേരളത്തിൽ എത്ര തവണ വരുന്നുവോ അത്രയും UDFന് വോട്ട് കൂടും. വാസ്തവത്തിൽ മുരളീധരൻ വന്നതോടുകൂടി താമര ഏതാണ്ട് വാടി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. അങ്ങനെ ആരും തൃശ്ശൂരൊന്നും എടുക്കില്ല. അത് തൃശ്ശൂർ കോൺഗ്രസ് തന്നെ എടുക്കും എന്ന കാര്യത്തിൽ, UDF എടുക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ മോഡി ഇപ്പൊ എല്ലാ ദിവസവും കേരളത്തിൽ വരുന്നുണ്ട്. മോഡി എത്ര വരുന്നോ അത്രയും നമ്മുടെ വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മോഡി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കേരളം ഭരിച്ചു മുടിച്ച സർക്കാരാണ് പിണറായിയുടേത്. 52 ലക്ഷം പേർക്ക് ഇനിയും ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പോലും നൽകാത്ത സർക്കാരിനെതിരെ ജനം വിധിയെഴുതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരിച്ചു മുടിച്ച ഇടതുമുന്നണി ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ്. ശമ്പളം കൊടുക്കുന്നില്ല, റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാർക്ക് പെൻഷനില്ല. അഴിമതി മാത്രം നടത്തുന്ന ഇടതുമുന്നണി സർക്കാർ ജനങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പിണറായിയെയും മോഡിയെയും ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. കേജ്രിവാളിനെ അകത്താക്കിയ ED പിണറായിക്ക് നോട്ടീസ് മാത്രം കൊടുക്കുന്നത് അന്തർധാരയുണ്ടാക്കാനാണെന്ന് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിലും തിരുവനന്തപുരത്തുമെല്ലാം പിണറായിക്ക് വേണ്ടിയുണ്ടാക്കിയ ഈ അന്തർധാരയുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം തൃശൂർ മേയറുടെ നാവിൽ നിന്നും വന്നത്. എന്നാൽ ജനം ഇത് തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. അരവിന്ദ് കേജ്രിവാളിനെ അകത്താക്കിയ ED ഇവിടെ നോട്ടീസ് മാത്രമേ അയക്കുന്നു. ആ നോട്ടീസ് അന്തർധാരയ്ക്കുള്ള നോട്ടീസാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ മേയറുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ മേയറാക്കാൻ ഏറ്റവും പരിശ്രമിച്ച ആള് സുനിൽകുമാർ അല്ലേ. ആ മേയർ പറയാണ് സുരേഷ് ഗോപിയാണ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ് മേയറിലൂടെ പുറത്തു വന്നത്.
അപ്പോൾ അന്തർധാര ഇവിടെ വളരെ വ്യക്തമാണ്. RV അബ്ദുൾ റഹീം അധ്യക്ഷനായി. UDF നേതാക്കളായ CH റഷീദ്, ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസഫ് ചാലിശ്ശേരി, ആൻഡോ തോമസ്, TA ഷാജി, ഷാനവാസ്, ഗോപപ്രതാപൻ, VK ഫസലുൽ അലി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ഇന്ത്യയെ ഒന്നായി കാണാത്തതിനാലാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാതിരിക്കുന്നതെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. വടക്കേക്കാട്, പുന്നയൂർ, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കോൺഗ്രസ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും മതേതര ഇന്ത്യ എന്ന ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് ഉറപ്പുതരുന്നതെന്നും കാർഷിക മേഖലയിൽ തൃശൂരിലെ മുരടിപ്പ് മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CH റഷീദ്, O അബ്ദുറഹ്മാൻ കുട്ടി, RV അബ്ദുൾ റഹീം, CC ശ്രീകുമാർ, നബീൽ NMK, VK ഫസലുൽ അലി, ജാഫർ സാദിഖ്, മണ്ഡലം പ്രസിഡന്റ് അജയ് കുമാർ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഹിദ തുടങ്ങിയവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും ഒരേ വർദ്ധാനായിരിക്കും, രണ്ടു കൂട്ടരും കോൺഗ്രസ് വിരുദ്ധ പ്രസംഗമായിരിക്കും ഇതുമാണ്. അതാണ് ഇവർ തമ്മിലുള്ള അന്തർധാര. ഈ അന്തർധാര നാടിനാവും, രാജ്യത്തിനാവും. ഈ അന്തർധാരയെ തകർക്കാൻ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ തൃശൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുത്തൻകടപ്പുറത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു. CPI നേതാവും AITUC സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPIM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം, PK രാധാകൃഷ്ണൻ, TM ഷഫീഖ്, MA ബഷീർ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം TM ഹനീഫ സ്വാഗതവും ബൂത്ത് സെക്രട്ടറി തയ്യിൽ മുസ്തഫ നന്ദിയും പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം കെട്ടിട നിർമ്മാണ കമ്പനിക്ക് 10,000 രൂപ പിഴ ചുമത്തി നോട്ടീസ് നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ചൊവ്വല്ലൂർ പടിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന്റെ പരിസരത്താണ് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചത്. സന്തോഷ് ബിൽഡേഴ്സ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികൾ പരാതിപ്പെട്ടതനുസരിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ പരിസരങ്ങളിൽ പ്ലാസ്റ്റിക് ചാക്ക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഉൾപ്പെടെ ആരോഗ്യ ശുചിത്വ സംവിധാനങ്ങളില്ലാതെയും പ്രവർത്തിക്കുന്നതും ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെട്ടു. അമേരിക്കൻ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ കരാറെടുത്തിട്ടുള്ള കമ്പനി അധികൃതർക്ക് ആരോഗ്യവകുപ്പ് പരമാവധി പിഴത്തുകയായ 10,000 രൂപ അടയ്ക്കുന്നതിനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. വെസ്റ്റ് മങ്ങാട് പട്ടിത്തടം എഴുത്തുപുരയ്ക്കൽ ശ്രീധരന്റെ മകൻ 25 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 12:30 പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപമാണ് അപകടം നടന്നത്. പെങ്ങാമുക്കിൽ നിന്നും ചിറക്കൽ ഭാഗത്തേക്ക് വരികയായിരുന്ന സുജിത്തിന്റെ ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരും ചിറക്കൽ EMS ആംബുലൻസ് സർവീസ് അംഗങ്ങളും ചേർന്ന് സുജിത്തിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണലൂർ കമ്പനിപ്പടിയിൽ കുടുംബാംഗങ്ങൾക്ക് നേരെ ആക്രമണം. 4 പേർക്ക് പരിക്കേറ്റു. മുരാക്കൽ വീട്ടിൽ ജോഷി, സഹോദരൻ ജോജു, സഹോദരി ജ്യോതി, ജോഷിയുടെ മകൾ ആർദ്ര എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്തെ വിഷു പൂരവുമായി ബന്ധപ്പെട്ട് ദേശക്കാരുടെ പൂരം കാണാൻ ജോഷിയും കുടുംബാംഗങ്ങളും വീടിനു മുൻപിൽ നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം. വീടിന് മുന്നിൽ കിടന്നിരുന്ന ഓട്ടോറിക്ഷയെ മറികടന്ന് ബൈക്കിൽ പോയ സംഘം തിരികെ എത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ബൈക്കിലും നടന്നുമായി എത്തിയ 10-ലധികം പേരടങ്ങിയ സംഘമാണ് ഇവരെ ആക്രമിച്ചത്. ഇടിക്കട്ടയും കമ്പിവടിയും ഇഷ്ടികയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഘട്ടനത്തിൽ ജോഷിക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റു. സഹോദരൻ ജോജുവിനും തലയ്ക്ക് പരിക്കുണ്ട്. ജോഷിയുടെ മകൾ ആർദ്രയുടെ കൈയിന് പൊട്ടലുണ്ട്. ജ്യോതിക്കും പരിക്കുണ്ട്. പരിക്കേറ്റവരെ ആദ്യം തൃശൂർ ജനറൽ ആശുപത്രിയിലും പിന്നീട് അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.
ജോഷിയുടെയും ജോജുവിന്റെയും തലയിൽ തുന്നിക്കെട്ടലുകളുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. പാഴിയോട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർ മാർക്കറ്റിലാണ് അഗ്നിബാധയുണ്ടായത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെ നാട്ടുകാർ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോഴാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ തുറന്ന് തീ കെടുത്തി അകത്തുണ്ടായിരുന്ന ഫ്രീസർ, റെഫ്രിജറേറ്റർ, CCTV മോണിറ്റർ, ഇലക്ട്രോണിക് തൂക്ക് മെഷീൻ, ഫാനുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കത്തിനശിച്ചു. കടയിലെ വസ്തുക്കളും കത്തിനശിച്ചു. ഉരുകിയും കരിപിടിച്ചും ഉപയോഗശൂന്യമായി. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഫ്രീസറിലുണ്ടായ വൈദ്യുതി തകരാറാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ പടക്കം പൊട്ടിക്കുന്നതിനെ ചൊല്ലി തർക്കം. സംഘടനത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കോട്ടപ്പടി സ്വാതി നഗറിൽ പണ്ടാരത്തിൽ സനീഷ്, തയ്യിൽ ബിനേഷ്, മാഞ്ചേരി ഷാജു, സഹോദരൻ രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രിയോടെയാണ് സംഘടന നടന്നത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ചികിത്സ തേടി. സ്വാതി നഗറിൽ ഇരിക്കുകയായിരുന്ന ഇവർക്ക് നേരെ മറ്റൊരു സംഘം പടക്കം എറിയുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതോടെ ഇരു വിഭാഗവും തമ്മിൽ സംഘട്ടനമായി. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി. എല്ലാവരും കൂടി 4-5 ആൾക്കാർ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പടക്കമായിട്ട് വന്നു. ഞങ്ങൾ മുന്നിട്ട് പൊട്ടിക്കാൻ, അപ്പോൾ ഞങ്ങൾ മാറി പൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ മാറി പൊട്ടിക്കാൻ പറഞ്ഞു. ആ പൊട്ടിക്ക് പറ്റില്ല എന്നിട്ട് ഞങ്ങളെല്ലാവരും പിടിച്ച് തല്ലി ചെയ്ത്. അങ്ങനെ ഇവരെല്ലാവരും വന്നു. ഞങ്ങളെ 2-4 ആൾക്കാർ അടിച്ചു വരും. തൃശൂർ പൂരത്തിന്റെ ആഘോഷ ചടങ്ങുകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഇളവ്. ആനയ്ക്ക് 50 മീറ്റർ ചുറ്റളവിൽ ആരും പാടില്ലെന്ന നിയന്ത്രണം മാറ്റി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവാണ് മാറ്റിയത്. ആനയ്ക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന തരത്തിൽ ആരും ചുറ്റും പാടില്ലെന്ന തരത്തിലാണ് പുതിയ മാറ്റം. മാറ്റം വരുത്തിയ കാര്യം ഇന്ന് ഹൈക്കോടതിയെ വനംവകുപ്പ് അറിയിച്ചു. ആനകൾ തമ്മിലുള്ള അകലത്തിലും കാഴ്ചക്കാരുമായുള്ള അകലത്തിലുള്ള നിയന്ത്രണത്തിലും ഇളവ് നൽകിയിട്ടുണ്ട്. പൂരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലറിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ വനംവകുപ്പ് പിൻവാങ്ങിയിരുന്നു. ആനകളുടെ 50 മീറ്റർ ചുറ്റളവിൽ ആളും മേളവും പാടില്ലെന്ന സർക്കുലറിനെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും ആന ഉടമകളും രംഗത്തെത്തുകയായിരുന്നു. പൂരം നടത്തിപ്പിന് പ്രശ്നമുണ്ടാകില്ലെന്നും വിവാദ നിർദ്ദേശങ്ങൾ പിൻവലിക്കുമെന്നും വനം മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. കടൽ കടന്നും കേരളത്തിന്റെ മികവ് തെളിയിക്കാൻ തയ്യാറെടുക്കുകയാണ് എയ്യാൽ നിർമ്മലമാത സ്കൂളിലെ വിദ്യാർത്ഥികൾ. ദുബായിൽ നടക്കുന്ന സയൻസ് എക്സിബിഷൻ മെഗാ ഫിനാലെയിൽ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വേലൂർ വെള്ളാറ്റഞ്ഞൂർ പൊറുത്തൂർ വീട്ടിൽ വിൻസെന്റ് ജിന ദമ്പതികളുടെ മകൾ അദീന റോസ്, കൈപ്രമ്പ് ചിറനല്ലൂർ വീട്ടിൽ മനോജ് സംഗീത ദമ്പതികളുടെ മകൾ അനന്യ സി മനോജ്, കടങ്ങോട് കൊല്ലംതുടി വീട്ടിൽ പ്രസീദ് ബിനിത ദമ്പതികളുടെ മകൾ ഭദ്ര കെ പ്രസീദ് എന്നിവരാണ് ദുബായിൽ നടക്കുന്ന മെഗാ ഫിനാലെയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. എയ്യാൽ നിർമ്മലമാത സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് 3 പേരും. 2024 ജനുവരി 15-16 തീയതികളിൽ തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഓൾ കേരള സയൻസ് ടെക്നിക്കൽ എക്സിബിഷനിൽ 2ാം വിഭാഗം സ്റ്റിൽ മോഡൽ മത്സരത്തിലാണ് ഇവർക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. തുടർന്നാണ് ഏപ്രിൽ 22-23 തീയതികളിൽ ദുബായിലെ മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ആൻഡ് നോളജ് പാർക്കിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. 41 സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സിന് ഉല്ലാസവും ആനന്ദവും ആശ്വാസവും ലഭിക്കാൻ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയം ഉൾക്കൊള്ളിച്ച് സ്ട്രെസ് റിലീഫ് എന്ന വിഷയത്തിലാണ് സ്റ്റിൽ മോഡൽ നിർമ്മിച്ചത്. സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും രക്ഷിതാക്കളും നൽകിയ പൂർണ്ണ പിന്തുണയാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് മത്സരാർത്ഥികൾ പറയുന്നു. 41 സ്കൂളുകൾ പങ്കെടുത്ത സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന എക്സിബിഷനിൽ ഞങ്ങൾക്ക് സ്റ്റിൽ മോഡലിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കും. ഞങ്ങൾ അടുത്തത് ഗ്രാൻഡ് ഫിനാലേക്ക് ദുബായിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പിള്ളേർക്ക് എല്ലാവർക്കും നല്ല സ്ട്രെസ്സാണ്. സോ അത് റിലീഫ് ചെയ്യാനുള്ള ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ തന്നെ നമ്മളൊരു 3-4 ആഴ്ചകൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ആദ്യം തൊട്ട് തന്നെ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന ആദ്യം തൊട്ട് തന്നെ സ്കൂളിൽ നിന്നായാലും പാരൻസ്. ഗാലക്സിയും ലൈബ്രറിയും ഇൻസ്പിരേഷൻ സ്റ്റേഷനും പ്രകൃതിയും സ്റ്റിൽ മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 മാസം സമയമെടുത്താണ് മാതൃക തയ്യാറാക്കിയത്. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തേരസ്, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ബ്ലസിറോസ് എന്നിവരും വിദ്യാർത്ഥികളെ അനുഗമിക്കുന്നുണ്ട്. ദുബായിലെ ഗ്രാൻഡ് ഫിനാലെയിലും 1ാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിന് അഭിമാന നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് മത്സരാർത്ഥികളും സ്കൂൾ അധികൃതരും. ഏപ്രിൽ 22-23 തീയതികളിൽ
ദുബായിലെ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലിൽ പങ്കെടുക്കാൻ കുട്ടികളെല്ലാവരും വളരെ ഒരുക്കത്തിലാണ്. കുട്ടികൾ മാത്രമല്ല, അവരുടെ പാരൻസും ഫ്രണ്ട്സും എല്ലാം ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീച്ചേഴ്സും എല്ലാവരും അവരുടെ കൂടെയുണ്ട്. അപ്പം ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഇനിയും വലിയ വിജയങ്ങൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. CCTV ന്യൂസ് എരുമപ്പെട്ടി. പുന്നൂർ അകലാട് CH കലാകായിക സാംസ്കാരിക സമിതിയുടെ 38ാം വാർഷികാഘോഷവും നറുക്കെടുപ്പ് വിജയികളെ പ്രഖ്യാപിക്കലും നടത്തി. അകലാട് മുന്നൈനി പരിസരത്ത് നടന്ന സാംസ്കാരിക സമ്മേളന വേദിയിൽ സമിതി രക്ഷാധികാരിയും പുന്നൂർ പഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ C അഷ്റഫ് നറുക്കെടുപ്പ് നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് അസ്ലം, ജനറൽ സെക്രട്ടറി വി നൌഫൽ, ട്രഷറർ റഷീദ്, സമിതി രക്ഷാധികാരികളായ ഉസ്മാൻ എടയൂർ, ഫൈസൽ കുന്നമ്പത്ത്, ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സിനിമാ പിന്നണി ഗായകൻ അതുൽ നറുക്കര നയിച്ച ഫോക്ക് ബാൻഡ് എന്ന സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായി. സമിതി GCC മെമ്പർ ഇർഷാദ് അഹമ്മദ് നന്ദി പറഞ്ഞു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ചിറമനേങ്ങാട് കളത്തിൽ വീട്ടിൽ പ്രമോഷനാണ് പരിക്കേറ്റത്. പാഴിയോട്ടുമുറി സെന്ററിൽ വെച്ച് ഇന്ന് ഉച്ചതിരിഞ്ഞ് 1:30ഓടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ പ്രമോഷനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 ദിവസങ്ങളായി നടന്നുവന്നിരുന്ന ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം സമാപിച്ചു. വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് സമാപനമായത്. ഏപ്രിൽ 12 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു വിവിധ പരിപാടികളോടുകൂടി തിരുനാൾ ആഘോഷിച്ചത്. 12-ാം തീയതി വെള്ളിയാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് 5:30 സെന്റ് ബെനഡിക്ട് ചർച്ച് കോലഴി വികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളിയുടെ നേതൃത്വത്തിൽ ലതീഞ്ഞ് വിശുദ്ധ കുർബാന നൊവേന, തുടർന്ന് വടക്കേക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. പൊതുസമ്മേളനം, കലാപരിപാടികൾ, പ്രവാസി കൂട്ടായ്മയുടെ ഡയാലിസിസ് കിറ്റ് വിതരണം എന്നിവയും ഉണ്ടായി. സാവിയോ ഹോം മനക്കൊടി ഡയറക്ടർ ഫാദർ ആന്റണി കൊള്ളനൂരിന്റെ കാർമ്മികത്വത്തിൽ ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലി, കൂടുതുറക്കൽ, തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവയും തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പ് വള എഴുന്നള്ളിപ്പും രാത്രി 9:30 സമാപനവും ഉണ്ടായി. ബാൻഡ് സെറ്റുകളുടെ ഫ്യൂഷൻ കലാപ്രകടനവും വർണ്ണമഴയും അരങ്ങേറി. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കിയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തൃശൂർ അതിരൂപത ജനറൽ ഫാദർ ജോസ് കോനിക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. തുടർന്ന് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിലെ ഫാദർ ജോസ് ചിറപ്പണത്ത് തിരുനാൾ സന്ദേശം നൽകി. വിശുദ്ധ രൂപങ്ങൾ വഹിച്ചുകൊണ്ട് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും വൈകിട്ട് 6:30 കൊച്ചിൻ നവദർശൻ ഒരുക്കിയ ഗാനമേളയും നടന്നു. തിങ്കളാഴ്ച രാവിലെ 6:30 ഇടവകയിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടി ദിവ്യബലി നടന്നു. ഇതോടെ 4 ദിവസം നീണ്ടുനിന്ന തിരുനാളിന് സമാപനമായി. ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി, ട്രസ്റ്റിമാരായ ബാബു എടക്കളത്തൂർ, ജോഷി ചൊവ്വല്ലൂർ, ജനറൽ കൺവീനർ MK കുര്യാക്കോസ്, പബ്ലിസിറ്റി കൺവീനർ ബെന്നി എടക്കളത്തൂർ, ഫിനാൻസ് കൺവീനർ ജോസ് മുട്ടത്ത് തുടങ്ങി സബ് കമ്മിറ്റി കൺവീനർമാരും കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാരും നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നേർകുളം. വിഷുദിനത്തിൽ നാട്ടരങ്ങ് കലാപരിപാടികൾ ഒരുക്കി മന്ദലാകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി. ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി 4ാം ദിനത്തിലാണ് നാട്ടരങ്ങ് കലാപരിപാടികൾ സംഘടിപ്പിച്ചത്. വിഷുവും ചെറിയ പെരുന്നാളും ഒരുമിച്ച് വന്നതോടെ മന്ദലാകുന്ന് ബീച്ചിൽ സന്ദർശകരെ കൊണ്ട് നിറയുകയാണുണ്ടായത്. ശക്തമായ ചൂടിനെ പോലും വകവയ്ക്കാതെ ഉച്ചയോടുകൂടി തന്നെ ബീച്ചിൽ സന്ദർശകർ എത്തിത്തുടങ്ങി. പട്ടം പറത്തിയും കടൽത്തീര വെള്ളം ചവിട്ടിയും കാറ്റാടി മരങ്ങൾക്കിടയിൽ ഇരുന്നും സന്ദർശകർ ആനന്ദം കണ്ടെത്തി. ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള വിവിധ റൈഡുകളും സന്ദർശകർക്കായി കമ്മിറ്റി ഒരുക്കിയിരുന്നു. വൈകിട്ട് 7 മണി മുതലാണ് കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര നാട്ടരങ്ങ് സ്റ്റേജ് പ്രോഗ്രാം നടത്തിയത്. 15ഓളം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടന്ന നാടൻപാട്ട് അവതരണം ശ്രദ്ധേയമായി. ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും സന്നദ്ധ സംഘടനാ ക്ലബ് പ്രവർത്തകരും നേതൃത്വം നൽകി.
മേളപ്രേമികളുടെ മനം കവർന്ന് സംഗീത പെരുമഴ പെയ്ച്ച് മെഗാ ബാൻഡ് വാദ്യമേളം. മറ്റം നിത്യസഹായ മാതാവിന്റെ തിരുനാളിന്റെ ഭാഗമായുള്ള മെഗാ ബാൻഡ് മേളം അവിസ്മരണീയമായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് ഇടവക ദേവാലയത്തിൽ ദിവ്യബലിക്ക് ശേഷം നടന്ന കിരീടമെഴുന്നള്ളിപ്പ് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ച ശേഷമാണ് കാണികൾക്ക് നവ്യാനുഭൂതി പകർന്ന മെഗാ ബാൻഡ് മേളം അരങ്ങേറിയത്. സംഗീതപ്രേമികളെ നാദധാരയിലാറാടിച്ച് വിസ്മയം തീർത്ത വാദ്യമേളത്തിന്റെ താളത്തിൽ ആൾക്കൂട്ടമൊന്നാകെ ചുവടുകൾ വെച്ച് കാണികളൊന്നാകെ അലിഞ്ഞു ചേർന്നു. തീർത്ഥകേന്ദ്രം അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് സംഗീത പെരുമഴ പെയ്യിച്ച ബാൻഡ് വാദ്യം അരങ്ങ് തകർത്തത്. ഹെവൻലി ബാൻഡ് മ്യൂസിക്, രാജാക്കാട്, രാമപുരം കമ്മ്യൂണിക്കേഷൻസ് ബാൻഡ് ട്രൂപ്പ് എന്നീ സംഘങ്ങളാണ് സംഗീത വിസ്മയം തീർത്ത് ബാൻഡ് വാദ്യത്തിൽ പങ്കെടുത്തത്. ഓരോ സംഘവും മത്സരിച്ച് ഗാനങ്ങൾ അവതരിപ്പിച്ചതോടെ നിറഞ്ഞ കയ്യടികളും ആർപ്പുവിളികളുമായാണ് കാണികൾ പിന്തുണ നൽകിയത്. തിരുനാൾ തിരുകർമ്മങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് വാദ്യപെരുമഴ തീർത്ത ബാൻഡ് വാദ്യം ആസ്വദിക്കാനെത്തിയവരുടെ മനസ്സിൽ കുളിർമ പകർന്നാണ് മെഗാ ബാൻഡ് മേളത്തിന് തിരശ്ശീല വീണത്. CCTV ന്യൂസ് കേച്ചേരി. തളി സ്വദേശിയെ കാണാനില്ലെന്ന് പരാതി. പിലാക്കാട് ചീരമ്പത്തൂർ 50 വയസ്സുള്ള ഹരിദാസിനെയാണ് 20 ദിവസത്തോളമായി കാണാതായതായി പരാതി ഉയർന്നത്. സംസാരശേഷിയില്ലാത്ത ആളാണ്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 98 46 10 90 71 എന്ന നമ്പറിലോ അറിയിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയ വാഗ്ദാനം നിറവേറ്റാൻ കാട്ടകമ്പൽ ഭഗവതി കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. ക്ഷേത്രകുളത്തിലെ ആറാട്ടിനു ശേഷം ഇന്നലെ രാവിലെ ദേശത്തെ പറയെടുപ്പിന് ശേഷം ഭഗവതി കാട്ടകമ്പലിലേക്ക് മടങ്ങി. ഇനി ദേശത്തെ പറയെടുപ്പിന് ഭഗവതി എഴുന്നള്ളും. അഗസ്ത്യമുനി കടവല്ലൂരിൽ നടത്താൻ ശ്രമിച്ച യാഗം അസുരന്മാർ തടസ്സപ്പെടുത്തിയിരുന്നതായാണ് ഐതിഹ്യം. അസുരന്മാരിൽ നിന്ന് രക്ഷ നേടാൻ ഭദ്രകാളിയെ തപസ് ചെയ്ത് മുനിയിൽ പ്രസാദിച്ച് ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. ഭദ്രകാളിയുടെ ഉഗ്രരൂപം കണ്ട് അസുരന്മാർ ഓടിയൊളിച്ചു. കടവല്ലൂരിൽ വസിക്കണമെന്ന മുനിയുടെ ആഗ്രഹത്തിന് മറുപടിയായി കാട്ടകമ്പാൽ പാലക്കൽ കാവിൽ വസിച്ച് വർഷത്തിലൊരിക്കൽ കടവല്ലൂരിലെത്താമെന്ന് ഭഗവതി വാഗ്ദാനം ചെയ്തുവെന്നാണ് വിശ്വാസം. ഇതിന്റെ സ്മരണയിലാണ് പൂരത്തിന് മുന്നോടിയായി ഭഗവതി കടവല്ലൂരിലേക്ക് എഴുന്നള്ളിയത്. ആറ്റത്ര കത്തോലിക്ക ദേവാലയത്തിൽ സീനിയർ CLCയും പ്രകൃതി സംരക്ഷണ സംഘവും സംയുക്തമായി ഗ്രീൻ ഫുൾ ഡേ ദിനം ആചരിച്ചു. സീനിയർ CLC പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് വൃക്ഷത്തൈ കൈമാറ്റവും പദ്ധതി വിശദീകരണവും മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് നിർവഹിച്ചു. സീനിയർ CLC അതിരൂപത വൈസ് പ്രസിഡന്റ് ജെയ്സൺ AJ, CLC യൂണിറ്റ് പ്രസിഡന്റും PSS എരുമപ്പെട്ടി പഞ്ചായത്ത് ട്രഷറർ സജി AJ ആറ്റത്ര, സിസ്റ്റർ സ്റ്റെഫി CSS, പള്ളി ട്രസ്റ്റി ജിയോ MV എന്നിവർ സംസാരിച്ചു. റോബിൻ റാഫേൽ പതിയാരം, CLC സെക്രട്ടറി അലക്സ് CV, ജോയ് PL, ജോസ് MA തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റയൊരുക്കുന്ന ആലാട്ട് കുടുംബത്തിന്റെ പച്ചക്കറിത്തോട്ടം ഇത്തവണയും വിഷുവിന് വിളവെടുത്തു. പതിവ് തെറ്റാതെയാണ് വിഷുവിന് പച്ചക്കറി ഒരുക്കി ആലാട്ട് ബാബു തന്റെ പാരമ്പര്യം തുടരുന്നത്. പഴുന്നാന പാടശേഖരത്തിലെ 40 സെന്റിലാണ് ബാബുവിന്റെ കൃഷിയിടം. കർക്കടകത്തിലെ കതിർക്കറ്റയൊരുക്കൽ കഴിഞ്ഞ ഇരുപ്പ് കൃഷിക്ക് ശേഷമാണ് എല്ലാ വർഷവും വിഷുവിനായുള്ള വേനൽക്കാല പച്ചക്കറി കൃഷി തുടങ്ങുക. ഈ വർഷം വെള്ളം വലിയ പ്രതിസന്ധിയായില്ല. എന്നാൽ മയിലിന്റെയും കാട്ടുപന്നിയുടെയും ആക്രമണം മൂലം എല്ലാ വർഷത്തേക്കാളും വിളവ് കുറവാണെന്ന് ബാബു പറയുന്നു. എങ്കിലും പതിവ് തെറ്റാതെ വിഷു വിപണിയിലേക്ക് വെള്ളരി, കുമ്പളം, മത്തൻ, പയർ തുടങ്ങി ഒരുവിധം എല്ലാ പച്ചക്കറികളും എത്തിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ബാബു പറഞ്ഞു. വിഷുവിളവെടുപ്പിന് ശേഷമാണ് ആലാട്ട് കുടുംബത്തിന്റെ കതിർക്കറ്റ് കൃഷി തുടങ്ങുക. കൃഷിയിൽ സഹായിക്കുന്നതിനായി സഹോദരന്മാർക്കൊപ്പം തന്നെ ഭാര്യ ഭവിത, മക്കളായ അനഘ, അശ്വതി എന്നിവരും ബാബുവിന്റെ കൂടെയുണ്ട്. CCTV ന്യൂസ് വേലൂർ. പുന്നൂർകുളം ചെറായി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വാർഷികാഘോഷത്തിന് തുടക്കമായി. ഏപ്രിൽ 14, 15 തീയതികളിലാണ് വിവിധ പരിപാടികളോടുകൂടി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വാർഷികം നടത്തിയത്. ഞായറാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടൻ സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട്
SHO R. ബിനു മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കലും നടത്തി. തുടർന്ന് പ്രാദേശിക കലാപരിപാടികളും ഉണ്ടായിരുന്നു. പുന്നയൂർ പഞ്ചവടി ദിൽക്കി ആവാസ് ഓർക്കസ്ട്രയും തെക്കേ പുന്നയൂർ തങ്ങൾ ഭവൻ ആയുർസെൽ റിസോർട്ടും സംയുക്തമായി പെരുന്നാൾ വിഷു ആഘോഷം നടത്തി. വിഷുദിനത്തിൽ തെക്കേ പുന്നയൂർ തങ്ങൾ ഭവൻ ആയുർസെൻ റിസോർട്ട് അങ്കണത്തിൽ വെച്ചാണ് കലാപരിപാടികൾ നടത്തിയത്. ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര സംഘടിപ്പിച്ച ഓൾ കേരള മാപ്പിളപ്പാട്ട് മത്സരത്തിന്റെ ഫൈനൽ മത്സരവും ഇതേ വേദിയിൽ അരങ്ങേറി. വിവിധ ഇനം രുചികരമായ മാമ്പഴങ്ങൾ ഒരുക്കി മാംഗോ ഫെസ്റ്റും ഉണ്ടായിരുന്നു. ദിൽക്കി ആവാസ് പ്രസിഡന്റ് അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ തങ്ങൾ, ഡോക്ടർ SA അബൂബക്കർ ഹാജി, റംഷാദ് സൈബർ മീഡിയ, മോണോ ആരിഫ്, കരീം കരിപ്പോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. RV ബഷീർ സ്വാഗതവും ഷെബീർ കല്ലായിൽ നന്ദിയും പറഞ്ഞു. മാപ്പിളപ്പാട്ട് മത്സരത്തിൽ അഷ്കർ, നൌഷാദ്, സിനാൻ, സവാദ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും സമ്മാനിച്ചു. ഒരു മാസം മുൻപാണ് ഓൾ കേരള മാപ്പിളപ്പാട്ട് മത്സരത്തിന് തുടക്കം കുറിച്ചത്. 5 ഓഡിഷൻ റൗണ്ടിന് ശേഷം സെമി ഫൈനലിൽ കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ 6 പേരാണ് ഫൈനലിൽ മത്സരിച്ചത്. ലൈല റസാഖ്, നിഷ കരീം, മുജീബ് വെളിയങ്കോട്, റംല എടപ്പാൾ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. CCTV ന്യൂസ് പുന്നയൂർകുളം. പുന്നയൂർകുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അവധിക്കാല ക്യാമ്പ് വേനൽ കൂടാരം 2024 ഏപ്രിൽ 17 കാലത്ത് 10 മണിക്ക് ആരംഭിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മെയ് 3 വരെ ക്രാഫ്റ്റ്, ഗണിതം, പഠനോപകരണ നിർമ്മാണം, ചിത്രരചന, സയൻസ് വർക്ക്ഷോപ്പ്, IT, ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി, അത്ലറ്റിക്സ് എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരായ അധ്യാപകർ കുട്ടികൾക്ക് പരിശീലനം നൽകുമെന്നും കോർഡിനേറ്റർ നാസർ മാസ്റ്റർ പറഞ്ഞു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമായി. ഞായറാഴ്ച രാത്രി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനിയിൽ നിന്ന് സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര ആരംഭിച്ച് മെയിൻ റോഡ് സെന്ററിലെത്തി തിരിച്ച് സ്റ്റേഡിയത്തിലെത്തി സമാപിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ അക്കാദമി താരങ്ങളും CSA ഭാരവാഹികളും വിളംബര റാലിയിൽ അണിനിരന്നു. ചാലിശ്ശേരി കുടുംബശ്രീ CDS അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളിയും ഉണ്ടായി. ടൂർണമെന്റ് ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ പൂത്തിരി കത്തിച്ച് മൈതാനത്തേക്ക് സ്വീകരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ U ഷറഫലി ടൂർണമെന്റ് കിക്ക് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. U ഷറഫലി, കൺവീനർ MM അഹമ്മദുണ്ണി, SFA പാലക്കാട് ജില്ലാ സെക്രട്ടറി വാഹിദ് കൂപ്പൂത്ത് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വേങ്ങാട്ടൂർമന നാരായണൻ നമ്പൂതിരിപ്പാട്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ, ഫുഡ്ബുക്ക് കബീർ, ഇസ ഗോൾഡ് ഉടമ മിൻഷാദ്, IBS സ്കൂൾ ഓഫ് കോമേഴ്സ് മാനേജർ റഹീം ആനക്കര, ബ്ലോക്ക് മെമ്പർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ താരങ്ങൾക്ക് കളിച്ചു വളരാൻ അവസരം തന്ന പ്രദേശമാണ് ചാലിശ്ശേരി. കോളേജിൽ പഠിക്കുന്ന കാലത്തും പോലീസിൽ ജോലി ചെയ്യുന്ന കാലത്തും ഒക്കെ തന്നെ വിവിധ സെവൻസ് ടൂർണമെന്റുകളിൽ കളിക്കാൻ അവസരം കിട്ടിയ എനിക്ക് ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുന്ന ചാലിശ്ശേരിക്കാർ നിരവധി ഫുട്ബോൾ താരങ്ങൾ വളർത്തിയെടുക്കുന്നതിന് മുൻപ് പ്രദേശത്ത് ഇനിയും കേരളത്തിനും രാജ്യത്തിനും അഭിമാനം. കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ സ്വാഗതവും TA രണദിവെ നന്ദിയും പറഞ്ഞു. വിശിഷ്ടാതിഥികൾ ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫാൻസി വെടിക്കെട്ടും ഉണ്ടായി. ഉദ്ഘാടന മത്സരത്തിൽ ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരും KMG മാവൂരും തമ്മിൽ അവസാന സമയം വരെ 1-1 സമനില പാലിച്ച മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3 ഗോളിനെതിരെ 5 ഗോളുകൾക്ക് ശാസ്ത്ര മെഡിക്കൽസ് വിജയിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ വനിതകൾക്ക് സൗജന്യ പ്രവേശനം ഉള്ളതിനാൽ കാൽപന്ത് കളി കാണുവാൻ ആയിരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി. തിങ്കളാഴ്ച രാത്രി മത്സരത്തിൽ അൽമദീന ചെർപ്പുളശ്ശേരിയും FC തെന്നലയും തമ്മിൽ ഏറ്റുമുട്ടും. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2024 രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ചാലിശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീ CDS അംഗങ്ങൾ ഒരുക്കിയ ആദ്യ മെഗാ തിരുവാതിരക്കളി ജീവകാരുണ്യത്തിനായുള്ള കുടുംബശ്രീ CDS അംഗങ്ങളുടെ അമൂല്യ വിരുന്നായി. ചാലിശ്ശേരിയിലെ 200ഓളം അയൽക്കൂട്ടങ്ങളിൽ നിന്നുള്ള 100ഓളം അംഗങ്ങളാണ് ആദ്യമായി നടത്തിയ മെഗാ തിരുവാതിരക്കളിയിൽ പങ്കാളികളായത്. കത്തിച്ച നിലവിളക്കിന് ചുറ്റുനിന്ന് ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയും തിരുവാതിരക്കളിക്ക് തുടക്കം കുറിച്ചു. സംഘത്തിലെ നായിക ആദ്യ വരി പാടിയതോടെ സംഘത്തിലുള്ളവർ അത് ഏറ്റുപാടി.
പാട്ടിന്റെ താളത്തിനൊപ്പം സംഘത്തിലുള്ളവർ ചുവടുവെച്ചു. വനിതകളുടെ തനതായ സംഘനൃത്തം കായികപ്രേമികൾക്ക് ആവേശവും ആഹ്ലാദവുമായി. ഗാലറിയിൽ തിങ്ങി നിറഞ്ഞവർ പ്രോത്സാഹനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, റംല വീരാൻകുട്ടി, സഹന അലി, സരിത വിജയൻ, സഹന മുജീബ്, CDS ഭാരവാഹികൾ എന്നിവരോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. ഗാലറിയിൽ ഉദ്ഘാടനവും തിരുവാതിരക്കളിയും കാണാൻ വനിതകൾ ഉൾപ്പെടെ ആയിരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി. തിരുവാതിരക്കളിക്ക് CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, കോർഡിനേറ്റർ VK സുധ എന്നിവർ നേതൃത്വം നൽകി. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതി ദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവെ, സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, KN ദിജി എന്നിവർ സംസാരിച്ചു. വൈസ്മെൻസ് ഇന്റർനാഷണലിന്റെ കൊരട്ടി മുതൽ മംഗലാപുരം വരെയുള്ള വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ മൈക്കിൾ K. മൈക്കിൾ വൈസ്മെൻ കുന്നകുളം സെൻട്രൽ ക്ലബ്ബ് സന്ദർശിച്ചു. ചടങ്ങിൽ റീജിയണൽ തലത്തിൽ നടത്തിയ വീഡിയോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വൈസ്മെൻ ജോണിയെ റീജിയണൽ ഡയറക്ടർ മൈക്കിൾ K. മൈക്കിൾ സമ്മാനം നൽകി ആദരിച്ചു. പുതിയ ക്ലബ്ബ് അംഗത്വ വിതരണവും റീജിയണൽ ഡയറക്ടർ നിർവഹിച്ചു. പ്രസിഡന്റ് സജി CP, സെക്രട്ടറി ബെന്നി CP, ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ജോസി ഫ്രാൻസിസ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അൻവർ B എന്നിവർ സംസാരിച്ചു. തയ്യൂർ നിത്യസഹായ മാതാ ദൈവാലയത്തിൽ 8ാം ഇടവും ഇടവക ദിനവും മതബോധന ദിനവും സംയുക്തമായി ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മതബോധന ഡയറക്ടർ ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് അളൂർ കാർമ്മികത്വം വഹിക്കുകയും തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തയ്യൂർ ഇടവക വികാരി ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങാത്തേരി അധ്യക്ഷനായി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും റാങ്ക് ജേതാവ് ഏഞ്ചൽ റോസ് VF എന്നിവരെയും ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി അനുമോദിച്ചു. വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. മദർ കൊച്ചു തെരേസ്യ വട്ടോലി, നടത്ത് കൈക്കാരൻ ബൈജു ചിരിയങ്കണ്ടത്ത്, തിരുനാൾ കൺവീനർ വിൻസെന്റ് AL, സെക്രട്ടറി ജിജു PA, കേന്ദ്ര ഏകോപന സമിതി പ്രസിഡന്റ് സെബി CG, മതബോധന പ്രിൻസിപ്പാൾ റോസി തോമസ്, വൈസ് പ്രിൻസിപ്പാൾ വിപിൻ മാസ്റ്റർ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചാവക്കാട് കുന്നത്ത് ശ്രീ ഭദ്രകാളി മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ 18-ന് ആഘോഷിക്കും. കൊടുങ്ങല്ലൂർ സന്തോഷ് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ 5 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം ഉണ്ടായിരിക്കും. 7 മണിയോടുകൂടി ഉഷപൂജ, വിശേഷാൽ പൂജ, നവകലശപൂജ എന്നിവ തുടങ്ങും. 8:30-ന് നടക്കുന്ന എഴുന്നള്ളിപ്പിന് ശേഷം അർച്ചന ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടിന് ശേഷം 4:30-ന് പൂത്താലം വരവ്. വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം ദേവിക്ക് രൂപക്കളം ഒരുക്കലും നടക്കും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,690 രൂപ, പവന് 53,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം പഴഞ്ഞി അരുവായ് കഴുകുപിള്ളി പരേതനായ കൃഷ്ണൻ നമ്പീടിയുടെ മകൻ ജയകൃഷ്ണൻ നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സരളയാണ് ഭാര്യ. സംഗീത, രാജീവ് എന്നിവർ മക്കളാണ്. പാത്രമംഗലം ചാലിശ്ശേരി വീട്ടിൽ പരേതനായ അന്തോണി ഭാര്യ ഏലിയ തങ്കമ്മ നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം പാത്രമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു. വർഗീസ്, ജെസി, പോൾസൺ, ബാബു, സണ്ണി, മേരി എന്നിവർ മക്കളാണ്. കുനമുച്ചി തലക്കോട്ടുകര ഔസേപ്പ് മകൻ അന്തോണി നിര്യാതനായി 89 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9:30 കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ. പരേതയായ കൊച്ചുമറിയം ഭാര്യയും ജോയ്, റോസി, ഗ്രേസി, ജോഷി എന്നിവർ മക്കളാണ്. മുണ്ടത്തിക്കോട് അരവൂർ ചേന്നമ്പറമ്പിൽ പരേതനായ ബാലകൃഷ്ണൻ ഭാര്യ ദേവകി നിര്യാതയായി 97 വയസ്സായിരുന്നു. സംസ്കാരം തറവാട്ടുവളപ്പിൽ നടന്നു. പരേതയായ സുമിത്ര, വാസന്തി, ലീല, രാധ, മോഹൻദാസ്, ബോസ്, പരേതരായ ഗീത, ഗിരിജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രവർത്തകർക്ക് ആവേശം പകർന്ന് മോദി കുന്നംകുളത്ത്. കരുവന്നൂർ ഇടതുകൊള്ളയുടെ ഉദാഹരണം. കുന്നംകുളത്ത് LDF-നെയും UDF-നെയും കടന്നാക്രമിച്ച മോദി. കോൺഗ്രസിന്റെ വലിയ നേതാവ് UP-യിലെ സ്വന്തം സീറ്റിൽ മത്സരിക്കാതെ കേരളത്തിലെത്തി ജയിക്കാൻ നിരോധിത സംഘടനയുമായി കൈകോർക്കുകയാണെന്നും മോദി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പഴുതടച്ച സുരക്ഷയൊരുക്കി പോലീസും SPGയും. ദേശീയ ജനാധിപത്യ സഖ്യം കുന്നംകുളത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് കൂനമുച്ചി ചൂണ്ടൽ റോഡ് മാർഗം. പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് വെസ്റ്റ് മങ്ങാട് പട്ടിത്തടം എഴുത്തുപുരയ്ക്കൽ ശ്രീധരന്റെ മകൻ 25 വയസ്സുള്ള സുജിത്ത്. അപകടം ഞായറാഴ്ച രാത്രി 12:30 പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. അഗ്നിബാധ പാഴിയോട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർമാർക്കറ്റിൽ. ഫ്രീസറിലുണ്ടായ വൈദ്യുതി തകരാറാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്ന് പ്രാഥമിക നിഗമനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.